നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആപ്പുകളും മാത്രമല്ല ഒഫീഷ്യൽ ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില ആപ്പുകളൊക്കെ നമ്മൾ ഏതെങ്കിലും ഗെയിം ആപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അവർ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഗാലറി പെർമിഷൻ ചോദിച്ച് നമ്മുടെ ഗാലറിയിലെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള കോൺടാക്റ്റ് വ്യക്തികളൊക്കെ എടുക്കും. അപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മൾ ഓൺലൈൻ ആപ്പിലൂടെ ആപ്പ് ഉപയോഗിച്ച് ലോൺ വാങ്ങുന്ന ആളുകളുടെ കോൺടാക്റ്റിൽ നിന്ന് കോൺടാക്റ്റ് നമ്പർ എടുത്ത് ആ നമ്പറുകളിലെ വാട്സപ്പുകളിലേക്കൊക്കെ മോർഫ് ചെയ്ത് അശ്ലീലപരമായിട്ടുള്ള ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ വായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിശോധിക്കും. നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കും തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ട്രാക്ക് ചെയ്യാനോ നമ്മുടെ ഡാറ്റകൾ ഉപയോഗിക്കാനോ നമ്മളുടെ ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോകാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ബ്ലോക്കർ എന്നുള്ളൊരു ആപ്പ് ഉപയോഗിക്കണം. നമ്മൾ ട്രാക്ക് ബ്ലോക്കർ എന്നാണ് ആപ്പിൻ്റെ പേര്. നിങ്ങൾ പേര് അന്വേഷിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരഞ്ഞാൽ കാണില്ല. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വെക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു ആപ്പിനകത്ത് നിങ്ങൾ ചെയ്യാനില്ല, ചെറിയൊരു ആപ്പാണ് ഇത്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇത് ഓഫിലാണ് കിടക്കുന്നത്, ഈ ബട്ടൺ ഇത് നമ്മളെടുത്ത് നേരെ ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്കൊരു പോപ്പപ്പ് ചോദിക്കും. ആദ്യമായി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ എല്ലാ ആപ്പുകളും ഈ ഒരു ആപ്പ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഡാറ്റ ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ കാണാൻ സാധിക്കും മൈ ആപ്സ് എന്നുള്ള ഭാഗം, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എല്ലാ ആപ്പുകളും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്പുകളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ആപ്പ് ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് കാണാൻ സാധിക്കും. വാട്സപ്പ് അങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇപ്പോൾ ഓഫിൽ നിന്ന് ഓണിലായിട്ടുണ്ട്. ഇനി വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം ഇത്തരത്തിൽ ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ആപ്പുകൾ മാത്രം ഓൺ ചെയ്ത് വയ്ക്കുക. ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ തേർഡ് പാർട്ടി ആപ്പുകളും നിങ്ങൾ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ മൊബൈൽ ഡാറ്റ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ മൊബൈൽ ബാറ്ററി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഒരു കാര്യവും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമാകുന്ന ആപ്പുകൾ മാത്രം ഇത്തരത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇതങ്ങ് ഓഫാക്കാൻ സാധിക്കും. ഇനി മൊത്തത്തിൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഓൺ ചെയ്തത് ക്ലിക്ക് ചെയ്ത് ടേൺ ഓഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫാകും. സാധാരണ നമ്മൾ ഉപയോഗിച്ച പോലെ എല്ലാ ആപ്പുകളും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.